നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു പ്രധാനി കൂടി അറസ്റ്റിൽ. ജാർഖണ്ഡിലെ ധൻബാദ് സ്വദേശിയായ രാകേഷ് രഞ്ജൻ എന്ന റോക്കിയാണ് പിടിയിലായത്. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരനായ സഞ്ജീവ് മുഖ്യയുടെ ബന്ധുവാണ് രാകേഷ്. പ്രത്യേക CBI കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ഏജൻസി 10 ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ബംഗാളിലും ബീഹാറിലുമായി CBI 4 കേന്ദ്രങ്ങളിൽ ഇന്ന് റെയ്ഡ് നടത്തി. മുഖ്യ സൂത്രധാരൻ സഞ്ജീവ് മുഖ്യയ്ക്കായുള്ള തെരച്ചിലും CBI ഊർജിതമാക്കിയിട്ടുണ്ട്. നീറ്റ് ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി ജൂലൈ 18 മാറ്റിയിട്ടുണ്ട്. കേസ് നാളെ പരിഗണിക്കുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് ആദ്യം അറിയിച്ചതെങ്കിലും സോളിസിറ്റർ ജനറൽ അസൗകര്യം അറിയിച്ചതോടെ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. നീറ്റിൽ പുനഃപരീക്ഷ വേണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരും NDAയും സത്യവാങ്മൂലവും സമർപ്പിച്ചിരുന്നു. ഏതായാലും നീറ്റുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ സിബി നൽകും. വിനു, നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ജൂലൈ 18 ഇനി പരിഗണിക്കുക. ഇന്നിപ്പോൾ ആ കേസ് പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് നാളത്തേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം പിന്നീട് സോളിസിറ്റർ ജനറൽ അസൗകര്യം അറിയിച്ചെ തുടർന്നാണ് പിന്നെ ജൂലൈ 18 ആ കേസ് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NDAയും എല്ലാ നിലയും വിശദമായ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും നീറ്റ് പരീക്ഷയിൽ വ്യാപകമായ ക്രമക്കേട് നടന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ പുനഃപരീക്ഷ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ടെലഗ്രാം വഴിയെല്ലാം തന്നെയും ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത് അത് വ്യാജമാണെന്നും അത് കൃത്രിമമായി സൃഷ്ടിച്ചതാണെന്നും ഇപ്പോൾ NDA രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മദ്രാസ് IIT അടക്കമുള്ള ചില മദ്രാസ് IIT അടക്കമുള്ളവരുടെ ഡേറ്റ വിശകലനം തന്നെയും പൂർത്തിയാക്കിയ ശേഷമാണ് ഈ നിഗമനത്തിലെത്തിയതെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ലഘൂകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. CBIയുടെ അന്വേഷണത്തിലും നീറ്റ് ക്രമക്കേടിൽ ബീഹാർ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രം 1-2 ഇടങ്ങളിൽ മാത്രം ഉണ്ടായ ഒരു പ്രാദേശികമായ ക്രമക്കേട് എന്ന് മാത്രമാണ് CBIയും പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് വ്യാപകമായ ഒരു വലിയ ആഴം ഇതിനില്ലെന്നും ഈ പരീക്ഷയുടെ ഒരു സുതാര്യതയെ ബാധിക്കുകയോ അതല്ലെങ്കിൽ ഈ പരീക്ഷയുടെ ഒരു പവിത്രതയെ ബാധിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും CBIയും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ സത്യവാങ്മൂലം അടക്കമെല്ലാതിനെയും സുപ്രീം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നീറ്റ് UG ചോദ്യപേപ്പർ പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രധാനി കൂടി അറസ്റ്റിലായിട്ടുണ്ട്. രാകേഷ് രഞ്ജൻ എന്നയാളാണ് അറസ്റ്റിലായത്. ഇയാളെ റോക്കി എന്നാണ് ഇയാളെ വിളിക്കുന്നത്. എന്തായാലും ജാർഖണ്ഡ് ധൻബാദ് സ്വദേശിയാണ് ഈ രാകേഷ് രഞ്ജൻ. ഇയാൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയിലെ മുഖ്യ സൂത്രധാരനായ സഞ്ജീവ് മുഖിയുടെ ബന്ധു കൂടിയാണ്. ഇങ്ങനെ അന്വേഷണമായി CBI മുന്നോട്ട് പോകുന്നു. ഏകദേശം 13ലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും. പക്ഷേ എന്നിട്ടും സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ചില സംഭവം ആണെന്ന് മാത്രമാണ്. എന്തായാലും ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ലഘൂകരിക്കാനും ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്നും ഇതിൽ വ്യാപകമായ ക്രമക്കേട് ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിന് ഈ ഒരു നേരത്തെ മധ്യപ്രദേശിലെ വ്യാപം അഴിമതിയെ എങ്ങനെ വെള്ളപൂശിയോ സമാനമായ രീതിയിൽ തന്നെ വെള്ളപൂശുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെയും NDAയുടെയും ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് വേണം നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയും ഇതിൽ വലിയ ക്രമക്കേട് കണ്ടെത്തുന്നില്ല, ഒരു അസ്വാഭാവികതയില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സത്യവാങ്മൂലം. ഇനിയിപ്പോൾ ഈ കേസ് പരിഗണിക്കുന്നത് ജൂലൈ 18 വിനു.